ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറഞ്ഞിട്ടാണല്ലോ അടിക്കണേ. മുമ്പൊക്കെ ഓണത്തിന് സംക്രാന്തിക്ക് ഓരോന്ന് കിട്ടിയിരുന്നതാ. ഇതിപ്പോ ഈ ആഴ്ച തന്നെ 3 ഈ നിലയ്ക്ക് പോവാണെങ്കിൽ മോതൊന്ന് പൊളിച്ചു പണിയേണ്ടി വരില്ലേ ഈശ്വരാ. ഓ പിന്നെ പന്തം പോലത്തെ മീശ എന്ന് പറഞ്ഞത് ഏയ് അത് വെറുതെ. ഓ ആരും നിനക്കൊക്കെ ലൈസൻസ് കൊടുക്കണാവോ? കണ്ടില്ല ഇപ്പൊ കാലിന്റെ ഇടയിൽ കൂടെ കയറ്റിയിരുന്നു. ഒന്ന് കളയവരൊക്കെ കുമാരേട്ടാ. ആ ഇത് ഈ മരത്തിൽ തന്നെയായിരുന്ന ആളെ മനസ്സിലാവണ്ടേ? നീ എന്ത് ഈ വഴിക്ക്? നിന്നൊക്കെ ഇപ്പോഴും ആളുകൾ വെച്ച് വാഴിക്കണ്ട. എന്താ കുമാരേട്ടാ അങ്ങനെ പറയണ? അല്ല നിന്റെ ബൈക്ക് കൊണ്ടുള്ള വരവ് കണ്ടപ്പോ ഞാൻ ചോദിച്ചതാ. പിന്നെ നിന്നല്ല കാമദേവൻ കളിച്ചിട്ട് പഞ്ചായത്ത് കിണറിന്റെ അടുത്തുള്ള പോസ്റ്റിൽ കെട്ടിട്ട് പൂശിന്ന് പറയണ്ടല്ലോ. എന്ത് കാര്യം എന്റെ കുമാരേട്ടാ, എല്ലാവരും വിചാരിച്ച അത് ഞാൻ തന്നെയാന്നാ. ആ സമയത്ത് ഞാൻ എവിടെയാന്ന് അറിയോ കുമാരേട്ടനെ? എവിടെയാ? ഞാൻ നമ്മുടെ ഗിരിജാര വീട്ടില്. നമ്മടെ മേൽപ്പാലം ഗിരിജ? അത് തന്നെ. ആ സമയത്ത് കറണ്ടാ പോയി. അപ്പൊ ഗിരിജ പറഞ്ഞേ, രമേശ കറണ്ട് വന്നിട്ട് പോയാ മതിന്ന്. അതെന്തായാലും നന്നായി. ഞാൻ ആ ടിവിയും കണ്ട് അവിടെ ഇരുന്നു. അല്ല രമേശ, ഇപ്പൊ ഗിരിജയുടെ വീട്ടില് ഗ്യാസുമേല അങ്ങനെ ടി വി വർക്കിന്? ടി വി അല്ല, തെറ്റി, മൊബൈല്. ആ സമയത്താണ് ഗിരിജാര വീടിന്റെ മുന്നിൽ കൂടെ കുറെ ആൾക്കാർ വാട്ടി കുടച്ചക്കറൊക്കെ ആയിട്ട് ഓടിപ്പോണത്. ജോസഫേട്ടന്റെ വീടിന്റെ മുന്നിൽ നിന്ന് ആരോ ചാടി ഓടുന്നു കണ്ടു എന്ന് പറഞ്ഞു. 2 ആഴ്ചയിലായിട്ടുള്ളൂ ജോസഫിന്റെ മോളെ കല്യാണം കഴിഞ്ഞത്. അതെ. പിന്നെ നിനക്ക് എന്തിനാ പൊളിച്ചേർത്തിട്ടത്? അതൊന്നും പറയണ്ട എന്റെ ജോസഫേട്ടാ, അല്ല കുമാരേട്ടാ. ആളുകൾ ഓടണുണ്ട്, അപ്പൊ ഞാനും പിന്നാലെ ഓടി. അത്രേ ഉണ്ടായിട്ടുള്ളോ. ഈ രാത്രി 12 മണിക്ക് ശേഷം എനിക്ക് ഗിരിജയുടെ വീട്ടിൽ എന്തുകൊണ്ടാ പണി? ആ സമയത്ത് അവളെ വീട്ടില് മോട്ടർ വെള്ളം എടുക്കണില്ല. മോട്ടർ ഒന്ന് താത്തി കെട്ടാൻ പോയത് എന്റെ കുമാരേട്ടാ. അത്രേ ഉണ്ടായിട്ടുള്ളോ. നിന്റെ പണ്ടത്തെ നിസ്വാർത്ഥ സഹകരണ മനോഭാവം ഇപ്പോഴും തുടരുന്നതിന് എന്റെ ഒരു ക്ഷയിക്കണ്ടിരിക്കട്ടെ. എന്നിട്ട് എന്തായിന്ന് പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് പണ്ടേ ഓടാൻ വളരെ സ്പീഡാ. ചാടാനും എടുക്കാനാണെന്നാണ് നാട്ടുകാർ പറയണത്. നാട്ടുകാർക്ക് എന്തുട്ടോ പറഞ്ഞോടാൻ പറ്റാത്ത. അങ്ങനെ കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവരും എൻ്റെ പിന്നാലെ ഓടി വരുന്നത്. അതിലൊരുത്തൻ പറയുന്നുണ്ട്, വട്ടംപുള്ളി രമേശനാണ് ഓടുന്നത്, പിടിക്കട അവര്. അപ്പൊ നിനക്ക് അവിടെ നിന്നിട്ട് അവരോട് പറയായിരുന്നില്ലേ രമേശ? ഇവരൊക്കെ എന്റെ പിന്നാലെ വരുന്ന അറിയാൻ വേണ്ടിട്ടേ ഞാനൊരു ഐഡിയ ചെയ്തു. എന്താ ഐഡിയ? നമ്മളെ കാടമ്പുറം ചേട്ടന്റെ മതിലില്ലേ, അതെടുത്ത് ചാടി ഓടി ഞാൻ. എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇവരൊക്കെ എന്റെ പിന്നാലെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴെങ്കിലും നിനക്ക് അവിടെ നിൽക്കായിരുന്നില്ല എന്റെ രമേശ? എന്റെ കുമാരേട്ടാ, ഞാൻ അവിടെ നിന്നു. അതല്ലേ പ്രശ്നമായത്. അതെന്തേ? ആ ഓടിക്കുന്നതിന് ഇടയില് നമ്മളെ സാബുല്ലേ, മമ്മൂട്ടി ഭ്രാന്ത സാബു, നായർ സാബു. അത് തന്നെ. അതെ, അവൻ തന്നെ. നിന്റെ ഈ ഓളപ്പരിപാടി ഇതുവരെ നിർത്താൻ പറ്റിയില്ലടാ ചോദിച്ചു. ഒറ്റ അടിയാ. ആ അടിക്ക് ഞാൻ വിചാരിച്ചു എന്റെ 2 കണ്ണിന്റെ കൃഷ്ണമണിയും ഒരു കണ്ണിലായി. എണീറ്റിട്ട് ഞാനൊരു പൂശിട്ട്. നീ അവനെ തല്ലിയോ? അല്ല, പൂശിന്ന് പറഞ്ഞാലേ എണീറ്റ് ഓടിന്ന്. അതെന്തായാലും നന്നായി. അവന്റെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. നല്ലോണം ഉരുട്ടി പിടിക്കുന്ന കൈ അവന്റെ. കുമാരേട്ടാ, അവ പണിക്കൊന്നും പോണില്ല. അവൻ പണിക്ക് പോണില്ല. ഏത് നേരം അങ്ങനെ ഉരുട്ടി വിഴുങ്ങണ പണിയെന്ന്. അതാ ഞാൻ പറഞ്ഞേ. നീ ഇതൊന്നും പറഞ്ഞ അവസാനിപ്പിക്കേണ്ട രമേശ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് നിൽക്കുന്നത് ആ ജോസഫിന്റെ വീട്ടിൽ തന്നെയാ. അവിടെ നിൽക്കണവരും എൻ്റെ പിന്നാലെ വന്നവരും കൂടി എൻ്റെ പതിരെടുത്ത് പോസ്റ്റുമേ തൂക്കിയിട്ടു. എന്നിട്ടും കിട്ടി നല്ല പോലെ. പിന്നെ ഭാഗ്യത്തിന് അവർ പോലീസിനെ ഒന്നും അറിയിച്ചില്ല. എന്നിട്ട് നാട്ടുകാരെ കുത്തിക്കഴപ്പ് കഴിഞ്ഞപ്പോഴേ അവരെന്നെ അഴിച്ചു വിട്ടു. അല്ല, എപ്പോഴാ അഴിച്ചുവിട്ടെ? അതിപ്പോ നാട്ടുകാരെ കുത്തിക്കഴപ്പ് കഴിയുമ്പോ ഏകദേശം ഒരു 3-3:30 ആയിണ്ടാവും. ഇതാണ് അന്ന് സംഭവിച്ചത്. അതൊക്കെ പോട്ടെ, ഞാൻ കുമാരേട്ടനെ
അപ്പൊ അന്നത്തെ അടിയോണ്ട് നീ ഇതൊന്നും നിർത്താനായിട്ട് രമേശ. ആ കയറി ഇറങ്ങലല്ല എന്റെ ചേട്ടാ. പിന്നെ എന്താ കാര്യം? ഈ കാര്യം പറയാ രമേശ. എന്റെ പൊന്നു ചേട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ കല്യാണം കഴിഞ്ഞ കുട്ടികളായി. അതാപ്പൊ നിന്റെ പ്രശ്നം? ഏതെങ്കിലും ഒരു കല്യാണ വീട്ടില് ഒരു അടിയന്തരത്തിന് ഒരു ചോറൂണ് സദ്യക്ക് എവിടെയും തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല എന്റെ ചേട്ടാ. അല്ലെങ്കിൽ ഈ പോസ്റ്റുമിലൊക്കെ കെട്ടിട്ട് തല്ലിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബന്ധുക്കളെ നാട്ടുകാരെ മുന്നിലൊക്കെ എങ്ങനെയാണ് രമേശ തലയുർത്തി നടക്കാൻ പറ്റുക? അതുകൊണ്ടല്ല എന്റെ കുമാരേട്ടാ. പിന്നെ കുറെ ക്രിമി കടിക്കുന്ന പെണ്ണുങ്ങളും തള്ളകളും ഉണ്ട് നമ്മുടെ നാട്ടില്. അവര് ചോദിക്കണേ എന്നാ മോന്റെ കല്യാണം, പെണ്ണ് നോക്കണില്ലേ, നിന്റെ മൂത്ത കുട്ടി എത്രാം ക്ലാസ്സിലെ പഠിക്കണേ. ഇതൊക്കെ കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? നിനക്ക് പറ്റിയൊരു പെൺകുട്ടി ഉണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് ഒരു കല്യാണം കഴിക്കണം, അത്രേ ഉള്ളു എന്റെ ഡിമാൻഡ്. നിന്റെ യോഗ്യതയ്ക്കും പേഴ്സണാലിറ്റിക്കും പറ്റിയ നല്ലൊരു കുട്ടിയാണ്. നമുക്ക് നോക്കത്. അതല്ല, ആ കുട്ടി വല്ലവരെ കൂടെ ഓടിപ്പോവ വല്ലയിടത്തുനിന്ന് കൈയോടെ പിടിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടാ? എന്താ അതാ നിന്റെ യോഗ്യത? അല്ല, അതല്ല. നിന്റെ നാളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊന്നുമില്ല. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഡിമാൻഡ് കൂടുതലല്ലേ? അത് ശരിയാ. സർക്കാർ ജോലി ഉണ്ടെങ്കിൽ കാട്ടിലെ ഗോറിലേക്ക് വരെ പെണ്ണ് കിട്ടും. ഞാൻ എന്തായാലും നാളെ വിളിച്ചു പറയാം. നീ പോയി പെണ്ണുണ്ടോ? അല്ല, അപ്പൊ കുമാരേട്ടൻ കൂടെ വരുന്നില്ലേ? നാളെ എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. എന്നെ നന്നായി അറിയണ ടീമാ. ഞാൻ വിളിച്ചു പറയാം, നീ അങ്ങോട്ട് പോയാ മതി. അപ്പൊ അങ്ങനെ ചെയ്യാ. അല്ല, നീ ഇപ്പൊ എന്താ ചെയ്യണേ? ഇനിയിപ്പൊ കല്യാണം ശരിയാവാൻ പോവല്ലേ, നാളെ തൊട്ട് എന്തായാലും പണിക്ക് പോയാലോന്ന് ആലോചിക്കണം. അതെന്തായാലും നന്നായി. നിന്റെ പണിക്ക് പോണ തുടങ്ങലേ മറ്റന്നാളാക്കാൻ പറ്റുമോ? എന്തേ? നാളെ അല്ലേ പെൺകുട്ടിനെ കാണാൻ പോണ്ടത്. അയ്യോ, ഞാനത് മറന്നു. അറിയാണ്ട് എങ്ങനെ ഞാൻ നാളെ പണിക്ക് പോയാണേ. നീ ഇതിനു മുമ്പും പണിയെടുത്ത് കൊണ്ടുവന്ന് കഞ്ഞി കുടിച്ച് ശീലമുള്ള ആളൊന്നല്ലല്ലോ. എന്താ പേര് ഇവിടെ നിന്നുണ്ടെങ്കിലേ അണ്ടി ചുട്ട പോലെയാവും. നമുക്ക് ആ തള്ളത്തേക്ക് ഇങ്ങോട്ട് വന്നേ. അന്ന് കുമാരേട്ടൻ വേണമാതിരി ചെയ്യാം. നമുക്കൊന്ന് അവിടെ പോയി നിക്കാം. കുമാരേട്ടാ, എന്റെ കഥ കംപ്ലീറ്റ് കേൾക്കണേട്ടാ കുമാരേട്ടാ. ഞാൻ ശരിയാക്കില്ലേ? ഇത് മതി, വാ അവിടെ നിക്കാം. നിന്റെ അച്ഛനിപ്പോ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛനങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ അങ്ങോട്ടും കട്ടെ. ഞങ്ങളുടെ പുഷ്കരകാലത്ത് ഞങ്ങൾ ഒരുപാട് കളി കളിച്ചതാണ്. അത് ശരി. 10 ഗുണം 10 ഗുണം എന്നാണല്ലോ, അത് അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പൊ എന്റെ അച്ഛനപ്പൊ നല്ലൊരു അഭ്യാസിയായിരുന്നു അല്ലേ? പിന്നെ നിന്റെ അച്ഛൻ നല്ല അഭ്യാസിയായിരുന്നു. പക്ഷെ നിന്നെ പോലെയല്ല, ഓടി കഴിഞ്ഞാ പിന്നെ പിടിക്കാൻ കിട്ടില്ല. അല്ല, കുമാരേട്ടന്റെ മോൻ രാജേഷ് ഇപ്പൊ എവിടെയാ? ഇവിടെ ഒന്നും കാണാറില്ലല്ലോ അവനെ. അവൻ വല്ല ഗൾഫിലേക്കും പോയാ? അവന്റെ കാര്യമൊന്നും പറയണ്ട നീ. അവൻ വരണം മാറണല്ലേ. ഇത് നമ്മുടെ സുതീഷല്ലേ? ഇതൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് അവനെ നാശാക്കിയത്. നിന്നിപ്പോ ഇവിടെ ഒന്നും കാണാറില്ലല്ലോ സുതീഷേ. അവൻ പെങ്ങളെ വീട്ടിൽ നിക്കാൻ പോയിരിക്കുന്നു കുമാരേട്ടാ. അവ ഇപ്പൊ ലീവിന് വന്നതാ. അതിനിപ്പോ അവൻ എന്താ പണി? അവനവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവൻ അവിടെ ഇരുന്ന് ബോറടിക്കുമ്പോഴാണ് അവൻ ഇങ്ങോട്ട് വരുന്നത്. അതിനാണ് ഞാൻ പറയണത്. അപ്പൊ പെങ്ങളിപ്പോ ഡിവേഴ്സ് ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവൂല്ലേ? അതെ. അല്ല, ഈ കാഞ്ഞിരക്കുറ്റിയൊക്കെ അവിടെ ചെന്നിക്കണേ. അപ്പൊ ഡിവേഴ്സ് ആയില്ലെങ്കിൽ അല്പമുള്ളൂ. താൻ കൊറേ നാളെ എന്നോട് ചൊറിയാൻ നിൽക്കണം. തന്റെ മോൻ അവർക്ക് വല്ല പണിക്ക് പോയിട്ടോ? താൻ കുറച്ച് നാളായി താൻ ചൊറിയാൻ നിൽക്കണം. താനും തന്റെ മോനും ജീവിതത്തിൽ പണിക്ക് പോയത് ഞാൻ കണ്ടിട്ടില്ലടോ. അല്ല പിന്നെ അതിന് ഞാൻ പണിക്ക് പോണ നീ കണ്ടിട്ടുണ്ടാ? നീ നിന്റെ പെങ്ങളെ വീട്ടിൽ നിൽക്കില്ലേ? ഞാൻ ആകെ 6 മാസമായിട്ടുള്ള എന്റെ പെങ്ങളെ വീട്ടിൽ പോയിട്ട്. അതിന് മുന്നേ താൻ പണിക്ക് പോണത് ഞാൻ കണ്ടിട്ടില്ല. ഇയാളെ മോൻ രാജേഷില്ലേ, കുടിച്ച് റോഡരികിൽ വാള് വെച്ച് എടുക്കുന്നത് സ്ഥിരം പരിപാടിയായിരുന്നു അല്ലേ? അല്ലേ? അതിനവൻ കുടിയൊക്കെ നിർത്തിയ? അവൻ കൂടി നിർത്തിയിട്ടൊന്നുമില്ല. അവൻ കൂടിയിട്ടുള്ളൂ. എന്നാലും അവന് തുള്ളി ഛർദിക്കാൻ സമ്മതിക്കില്ല. മാത്രല്ല, അവന് വീഴാതെ ഞാൻ വീട്ടിലെത്തിക്കും. എന്നൊന്നും വീണ് കഴിഞ്ഞാൽ ഒരു പാട്ടിയോളം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒക്കെ പോട്ടെ, ഞാൻ രാജേഷിനെ വീട്ടിൽ കൊണ്ടാക്കുമ്പോ മോനെ നിനക്ക് തിരിച്ചു പോകാൻ കണ്ടീഷൻ ഉണ്ടോന്ന് ഒരു വാക്ക് പറയണ്ട.
ഭയങ്കര സങ്കടം കേട്ടോ. അതിനെങ്ങനെയാ മത്തം കുത്തിയ സൗകര്യത്തിലേ മുളയ്ക്ക്. ചേട്ടാ, ഈ വർത്തമാനത്തിന്റെ ഇടയിലും തിരക്കിന്റെ ഇടയിലും മറന്നുകൂടാത്തൊരു കാര്യമുണ്ട്. അതെന്ത്? എന്റെ വിവാഹം നാളെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാനൊരു കാര്യം ഏറ്റതാ. അത് മതി. ഞാൻ ഇന്ന് തന്നെ എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഇവന്റെ പെങ്ങളെ വീട്ടിൽ നിൽക്കുക 6 മാസമൊക്കെ ചെന്ന് നിൽക്കുന്നതാണല്ലേ. ഞാൻ വരത്തേക്ക് നിലപ്പെട്ടോ അസലെടുത്ത് തുണിയെടുക്കണ്ടോ? ചിലപ്പോ എടുത്തുണ്ടാവും. ചിലപ്പോടാ കൊടുത്തുണ്ടാവും. അപ്പൊ രമേശ, നീ റെഡി അല്ലേ? ഞാൻ ഇപ്പൊ തന്നെ എന്റെ ശിശുനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാം. നാളെ രാവിലെ തന്നെ കുളിച്ച് ചുന്ദര കുട്ടപ്പനായിട്ട് ഇറങ്ങിക്കോ. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ശരിയാവാം. നീ ഇപ്പൊ ശരിയാവണ്ട, നാളെ നേരത്തെ ഇറങ്ങിക്കോ. പിന്നെ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു യോഗ. പെണ്ണ് കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു ആശ്രയോ ഒരു അത്താണിയോ ഒക്കെ ആയിട്ടാണ് ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അതിന് ഞാൻ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ടെന്ന് മാത്രം. നീ ഒരു 500 രൂപ ഉണ്ടെന്നേ, ബാക്കി നാളെ പെണ്ണ് കാണാൻ പോകുമ്പോ തന്നാ മതി. പൈസ എത്ര വേണമെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് മേടിച്ചു തരാം. എങ്ങനെയെങ്കിലും ഒന്ന് നടന്ന് കിട്ടിയാ മതി. അല്ല, നാളെ തന്നെ പെൺകുട്ടിയുടെ നമ്പർ കിട്ടുമോ? ഞാൻ ആ പെൺകുട്ടിയുടെ അച്ഛന്റെ നമ്പർ തരാം. എന്നിട്ട് താൻ വിളിച്ചിട്ട് അച്ഛനോട് പറയും മോളുടെ നമ്പർ ഒന്ന് തരാം. എന്നിട്ട് അവളെ വിളിച്ചിട്ട് വല്ല പാർക്കിലോ ബീച്ചിലോ കൊണ്ടുപോയിട്ട് പെണ്ണ് കാണാം. താനൊക്കെ എന്ത് കാട്ടുമരയാടോ. അപ്പൊ നമ്മൾ പോണ്ടേ? നിന്റെ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്? അച്ഛൻ ഞാനിങ്ങോട്ട് വരുമ്പോഴേ അച്ഛൻ തെങ്ങിന് തടം വിട്ടായിരുന്നു. അയാള് പണ്ടേ 4 തെങ്ങിന് തടം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ പണ്ട് ഇങ്ങനെ സങ്കരയണം തെങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് തടം വെട്ടിയാലും ഇതുപോലുള്ള മണ്ടിരി തേങ്ങ തന്നെ കിട്ടുമായിരുന്നുള്ളൂ. കഷ്ടം. എന്നാ ശരി, ഞാൻ നമ്മുടെ ശിങ്കിടിനെ ഒന്ന് വിളിക്കട്ടെ. അയാള് നിന്നിട്ട് ആക്കുമ്പോ നിനക്ക് ഇതിന് തിരിച്ചൊന്ന് പറഞ്ഞു. ഇതൊന്നും എങ്ങനെയാലും നടന്ന് കിട്ടട്ട. എന്താ പോലെ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അയാളെ മോന്തക്കുട്ടി അടിച്ചു പൊളിക്കാൻ. അല്ലാണ്ട് തന്നെ അയാൾക്ക് അവിടുന്ന് ഇവിടുന്ന് കുറെ പൊളിച്ചാർത്ത് കിട്ടുന്നുണ്ട്. അല്ലടാ, നിന്നെ ഈ പോസ്റ്റും വിട്ട് തല്ലി ചതച്ച കേസ് നിന്റെ പെണ്ണിന്റെ വീട്ടുകാരനെ കല്യാണം പോലും നടക്കൂടാ. അതിനിതാരും അങ്ങനെ കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ലടാ. ഒന്ന് പോടാ അവിടുന്ന്. നാട്ടിലാകാൻ പാട്ടാണ്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് അറിയോ? എനിക്ക് ഞാൻ അപ്പൊ നീ അതെങ്ങനെ അറിഞ്ഞ? ഞാൻ അറിഞ്ഞത് വെള്ളിത്താരത്തെ ചായക്കടയെന്ന് അറിഞ്ഞു. നിന്റെ കളികള് ഏത് നാരക്കണാവോ ഇത് പറഞ്ഞു നടക്കണേ? ഹലോ ബാബു, നീ എവിടെയാ? നിന്നെ കണ്ടിട്ട് ഒരു 5-6 ദിവസമല്ലോ. നീ ഏത് അടുപ്പിലാണ് ചെന്ന് കിടക്കണത്? വിളിച്ചിട്ടും കിട്ടണില്ല. ആ കുമാരേട്ടാ പറയ്, നിങ്ങളെവിടെയാ? നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വന്നോണ്ടിരിക്കുക. എവിടെ ഉള്ളത് ഇപ്പോ? അതെ, 1-2 കേസുകൾ വന്ന് ചാടിയിട്ടുണ്ട്. തൽക്കാലം ഒന്ന് പിടിച്ചു കയറാനായിട്ട്. കുമാരേട്ടനെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഫോൺ ചെയ്താണ് കിട്ടണില്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് വരാൻ വെച്ച്. എന്താ കാര്യം? അതെ, നമ്മളൊരു 6 മാസം മുന്നേ കോഴിക്കോട്ടേക്ക് ഒരു കല്യാണം നടത്തിയില്ലേ നമ്മള്? ഉവ്വ്. അതെ, ആ ഒരു കുമാരേട്ടൻ നെച്ചിന്റെ അടുത്ത് വന്നിട്ടായിരുന്നു കുമാരേട്ടാ. എന്തിന്? അതെ, അതാകെ അലമ്പായി കുമാരേട്ടാ. അവളെ വിശ്വരൂപം അവരെ ഭർത്താവിന്റെ വീട്ടുകാരെ കാണിച്ചു. അയ്യേ, അതല്ല കുമാരേട്ടാ, അവളെ 2 കെട്ട സ്വഭാവം കാണിച്ചു. കുമാരേട്ടനെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ മുഖട്ടിച്ച് പൊളിക്കുന്നുണ്ട് അവരിവിടുന്ന് ഇറങ്ങിയുള്ളൂ. അപ്പൊ നിന്നെ അവർക്ക് മനസ്സിലായില്ലേ? നിന്നെ അവരൊന്നും ചെയ്തില്ലേ? അതെ, അവർക്ക് മനസ്സിലായി. ആ നേരത്തെ ഞാൻ സമ്മതിച്ച് അവരെന്റെ അടിച്ചെന്റെ കാട്ടം കളയുന്നു കുമാരേട്ടാ. ഞാൻ പറഞ്ഞു അവളെ വണ്ടി മേലെ കേസ് എനിക്കറിയില്ല, എല്ലാവരും മുന്നിൽ കുമാരേട്ടനാണ്. ആ പെണ്ണിനെ അവിടെ 2-3 പേരായിട്ട് ചുറ്റിക്കളിയുണ്ട് കുമാരേട്ടാ. അവരെ മുന്നിലാണ് ചെന്ന് പെട്ട മോന്തം ചളങ്ങൂട്ടാ. അവരിവിടെ വന്നിരുന്നു? അല്ല, അവര് വല്ലതും ചെയ്താ? ഏയ്, അവരെന്നൊന്നും ചെയ്തില്ല. അവര് വന്നു പോയതിനു ശേഷം അണക്കിലെ 3 പല്ലിന് എന്തോ ഒരിളക്കം. നീ അല്ലാതെ എന്റെ പരിപാടിക്ക് വെച്ചിട്ട് നീ സ്കൂട്ടായില്ലേ? അവരൊന്ന് കീറിയില്ലേ? ഭാഗ്യം. എന്ത് ഭാഗ്യം?
ഞാനിത് ഇങ്ങനെ തീരുന്നല്ല വിചാരിച്ച്. മിനിമം കൈയും കാലും എന്തെല്ലാം ഓടിക്കുന്നു ഞാൻ വിചാരിച്ചു. അവരത് അവസാനിപ്പിച്ചിട്ടല്ല പോയിരിക്കണേ, അവര് ഇനിയും കാണാന്ന് പറഞ്ഞിട്ടാ പോയിരിക്കണേ. എനിക്ക് അങ്ങോട്ട് മാറുന്ന പറ്റുന്നുണ്ട് കുമാരേട്ടാ. അല്ലെങ്കിൽ ഒരു ടീം എന്നെ ചതയ്ക്കും. ഞാനേ ഒരു പുറമ്പോക്ക് വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അത് പുറമ്പോക്കാന്ന് മനസ്സിലായിട്ടുണ്ട്. നീ എന്തായാലും പെട്ടെന്ന് വാ, 2-3 കേസുകൾ വന്ന് ചാടിയിട്ടുണ്ട്. ഞാനൊരു 3-4 നമ്പർ അയച്ചു തരാം, പെൺകുട്ടികളുടെ അച്ഛന്മാരെയാ. നീ അത് വിശദമായിട്ടൊന്ന് അന്വേഷിക്കും. ആ വാക്ക് പൊട്ടിയതോ ഞളങ്ങിയതോ എന്തായാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. ഇയാളിത് ചെവണ കേസിൽ എത്ര നേരം അയാൾ വരുന്നുണ്ട്. നീ എന്നെ എന്താ രണ്ടാളും കൂടെ വന്നിട്ടൊന്ന് പരുങ്ങണ? മോനേട്ടാ, ഇവനും കല്യാണം കഴിക്കണം പറയുന്നുണ്ട്. വല്ലാത്തൊരു പ്രഷറാ കല്യാണം കഴിക്കാത്തത്. ആർക്ക്? ഇവന്. എന്റെ കാര്യം നോക്കുമ്പോ ഇവനും കൂടെ ഒന്ന് നോക്കിക്കോളൂ കേട്ടാ. ദേവമാരേട്ടാ, കൂട്ടത്തില് അമ്മായിയപ്പന്റെ കോണകോ എന്ന് പറഞ്ഞ പോലെ അല്ലേ? പിന്നെ നീ വന്ന നീ എവിടേക്ക് പോണു? ഞാൻ നമ്മുടെ ശിഷ്യനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാം അവൻ സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോ ഞാൻ പറഞ്ഞു ഇതൊരു പുണ്യപ്രവൃത്തിയാണെന്ന്. എങ്ങനത്തെ പുണ്യപ്രവൃത്തി? കാശ് മേടിച്ചിട്ടുള്ള പുണ്യപ്രവൃത്തി ഒരു കാര്യം മൂപ്പര് പറഞ്ഞു. അതന്നെ. അപ്പൊ നീയും കൂടെ ഒരു 500 എടുത്തു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടാ? മുടി നല്ല മുറ്റുള്ള മുടി ഇടതോർന്ന് കാലിന്റെ അടുത്തേക്ക് എത്തണം, പിന്നെ നീളം കുറയാൻ പാടില്ല, കൂടിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്, നല്ല മെഴുകി തേച്ച് വിട്ടിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ മാറിയപ്പോമാരുടെ ഇപ്പോഴത്തെ കാലത്ത് ആരെയും മുടിയൊക്കെ നോക്കിയോ? എനിക്ക് അച്ചടക്കുള്ള ഒരു കുട്ടി കിട്ടിയത് മതി. ഈ ചോദിക്കാൻ മറന്ന്, രമേശിന് ഇനി എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ? എനിക്ക് കുറച്ച് അച്ചടക്കം ഒതുക്കം കൂടിയാലും കുഴപ്പമില്ല, കുറയാണ്ടിരുന്നാ മതി. അത് നമുക്ക് ശരിയാക്കാം. നോക്കണം. അപ്പൊ നിങ്ങക്ക് 2 ആൾക്കും ഒറ്റ ഡിമാൻഡ് സെറ്റ് മതി. അപ്പൊ നമ്മുടെ ശിഷ്യഗണത്തിനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഞാനൊന്നുണ്ട് സെറ്റാക്കട്ടെ, ഏർപ്പാടാക്കട്ടെ കേട്ടാ. അപ്പൊ പറഞ്ഞ പോലെ കയ്യൊന്ന് തരാം. ശരി എന്നാ. എന്റെ ദൈവമാണ് കേട്ടോ. അയ്യോ, അപ്പൊ ആ പുണ്യപ്രവൃത്തിയുടെ കാര്യം മറക്കണ്ട. 500 വരെ കാര്യേ കുമാരട്ടൊക്കെ മറന്നിട്ടില്ല അല്ലേ? പെറ്റ് കള്ളയും മറന്നാലും കിട്ടാനുള്ള കാശ് മറക്കരുത് എന്നാണ് മഹാകവി ഭാരതേട്ടൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായ? കാശ് വിട്ടിട്ടുള്ള കളിയില്ല. മഹാകവി ഭരതൻ അതാരാ? എന്റെ വീടിന്റെ 2 വീടപ്പുറം പപ്പട പണിയാ. പപ്പടനാണ് കവി. അത് നേരത്തെ പറയണ്ട കുമാരേട്ടാ. അല്ല, അപ്പൊ ശരി, ഞങ്ങൾ പോട്ടെ. നമ്മടാ വേറെ പരിപാടി ഒന്നുമില്ലോ. വാടാ പോവാ. ഇങ്ങോട്ട് പോ, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട്. അപ്പൊ ശരിയാക്കണ കാര്യം മറക്കണ്ട. നമുക്ക് ശരിയാക്കാം. ഓക്കെ, 500 നടക്കണ്ട. നല്ല ആലിന്റെ കട പോലെ അങ്ങോട്ട് പോന്നു, ആർക്കും ഒരു ഉപകാരമില്ലാണ്ട്. നല്ല തേക്ക വീട്ടിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ല മരക്കമ്പനിയിൽ കൊണ്ടുപോയിട്ട് അർപ്പിക്കുകയും ചെയ്യായിരുന്നു. ഇതൊന്നിനും കൊള്ളാണ്ടായി, പടുമരങ്ങള്. നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് കാര്യമുള്ളൂ. എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണ്ടേ? അതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യല്ലടാ. നേരം വെളുത്ത പണിക്ക് പോണ്ട കാര്യമില്ല. ആളെ കൊല്ലണ മാതിരിയുള്ളൊരു തോന്നല. എന്താ ചെയ്യ? അത് ശരിയാ. ശരിക്കും നടക്കണമെങ്കിൽ രാവിലെ 8 മണി തന്നെയാ. നീ 8ാം ക്ലാസ് തോറ്റി പഠിപ്പ് നിർത്തില്ലേ? അതിൽ നിനക്ക് പഴച്ചു ഭയങ്കര പോറ. ഞാൻ 8ൽ തോറ്റു, നീ 9ൽ തോറ്റു. നമ്മൾ തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമുള്ളത്? ഞാൻ തെക്കോട്ട് നടക്കുന്നു, നീ വടക്കോട്ട് നടക്കുന്നു. ഇപ്പൊ നമ്മൾ പടിഞ്ഞോട്ട് നടക്കുന്നു. ഈ യൂട്യൂബില് കുറെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. ഈ രോമാഞ്ചൊക്കെ ഉണ്ടല്ലോ, സാധനം പോന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് കുറെ കിടന്ന് ഉറങ്ങും. ചെയ്ത പ്രൊട്ടക്റ്റൊക്കെ ഈ പറഞ്ഞ പോലെ
നീ എന്ത് പ്രൊജക്ട് ചെയ്തു? കഴിഞ്ഞ സീസണിൽ ആ തോമസ് ഏട്ടന്റെ വീട്ടിൽ മാങ്ങ കരാറെടുത്തതാ. അത് 3000 ഉറുപ്പിക്ക്. ഒന്ന് പോയാറാവുന്നു. നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? ആരമ്മയുടെ അടിയന്തരത്തിന് പോകാൻ വേണ്ടിട്ടാ? ആരുടെ അമ്മയുടെ അടിയന്തരത്തിന് പോവാനല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വരിക എന്നുള്ളത് അറിയാനാ. എന്റെ അമ്മായിപ്പിന് വഴി നീള ഹോട്ടൽ ശൃംഖലയാണല്ലോ, ഫ്രീ ആയിട്ട് നടന്ന് നടക്കാൻ. നീ ഉള്ളത് മുഴുവൻ കുരുത്തം കട്ടേക്കിന് വാരി കൊടുക്കാൻ നിൽക്കണ്ട. എനിക്കുള്ളതോടെ മാറ്റി വെച്ചേക്ക്. നിന്റെ വീണാട്ടം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആൾക്കാരെ പറ്റിച്ച് നടക്കുന്നോണ്ട മനുഷ്യ നിങ്ങക്ക് ഈ നാഴികക്ക് 40 വട്ടം അടി കിട്ടി നടക്കുന്നത്. നീ ഒന്ന് വെച്ചിട്ട് പോയേ അവളുടെ ഒരു ഉപദേശം. എനിക്കിപ്പോ ജോലിയും കൂലിയൊന്നും അല്ല. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചാണ്ട് കിട്ടിയാ മതിടാ. എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് നീ പറയുമ്പോ. എങ്ങനെയാ നമുക്ക് നടക്കൂ? നമ്മുടെ വിജിത്തുവിന്റെ അതെ, അവങ്ങോട് പറ്റ. നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ അറിയുന്ന സ്ഥലവും ബാക്കിയില്ല. നീ അവിടെ ഇവിടെ നോക്കിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് നോക്കണ്ടാ. നിനക്ക് എന്താ കഴിയാ? അതെ, നമ്മുടെ സുബി നാട്ടിലെത്തിണ്ട്. അവൻ എന്തെങ്കിലും സാധനം കൊടുക്കുന്നുണ്ടാവൂട്ടാ. സ്കോച്ച് വിസ്കിയോ? സ്കോച്ച് തമിഴ്നാട്ടിലെ കോഴി ഫാമിൽ നിൽക്കണോന്നല്ല സ്കോച്ചും വിസ്കിയും കൊണ്ടിരുന്നേ. അല്ലടാ, അവൻ കോഴിക്കടലാണ്. കോഴിക്കടല്ലടാ, കോഴി ഫാമില്. ഇടയ്ക്ക് കൂളിംഗ് ഗ്ലാസും കോപ്പൊക്കെ വെച്ച് നടക്കത്തില്ലടാ. എന്തത്? അവന് നല്ല പൊടിയുടെ അലർജി ഉണ്ടാ. പിന്നെ നാട്ടിലൊരു നല്ല സ്റ്റൈലാവൂലേ. അവൻ വല്ല കാട്ടായി കൊണ്ടാണ്ടിരിക്കില്ല. കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോഴേ ഒരു സാധനം കൊണ്ടുണ്ടായിരുന്നു. തമിഴ്നാട് ചാരായം പെരിച്ചായി ചത്തം വേണം പോനെ. പക്ഷെ വേറെ കേസ് ഉണ്ടല്ലോ, അത് തട്ടിച്ചപ്പുണ്ടല്ലോ, വേറെ ലെവലാ. അപ്പൊ നീ എന്നിട്ട് ഞങ്ങളെ വിളിക്കാഞ്ഞ്? അതിന് നീ കഴിഞ്ഞ കൊല്ലം സുഗന്ധ ചേച്ചിയുടെ പെണ്ണിന്റെ പ്രണയിച്ചിട്ട് ആകെ തെണ്ടിപ്പായിരുന്നില്ലേ? അതന്നെ, നീ പോലീസ് ഡോക്ടറിലായിരുന്നു. ആ ഓണം എനിക്ക് മറക്കാൻ പറ്റില്ലടാ. പ്രേമിച്ചതല്ല, രാവുണ്ണേട്ടന്റെ ഇടവഴിയിലിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് കേസ് കൊടുത്തത്. ആ പോലീസുകാരെ പൊരിപ്പിക്കലുണ്ട് മോനെ. അന്ന് എനിക്ക് മേട്ടം കിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. നല്ല മേട്ടം കിട്ടിണ്ടല്ലേ, കഷ്ടം. എന്റെ സുധീഷ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ പറയടാ. രണ്ടാള് തമ്മിൽ അടിയുണ്ടാന്ന് വിചാരിക്കുന്നേ. ഇവര് രണ്ടാളും മറ്റോട് എന്താ പറയാന്നറിയോ? ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ടെന്നാ. ഇനി അവൻ എന്റെ അടുത്ത് വെള്ളത്തിലെടുക്കില്ലാന്ന്. എന്റെ വിജിത്തെ, മറ്റോന് തന്നെ പറയാ. അതിലാർക്കെങ്കിലും ഒരാൾക്ക് അടി കിട്ടിയിട്ടേ നാറിട്ട് ഫിലമെന്റ് പൊട്ടിട്ടുണ്ടാവും. എന്നാലും പറയാ ഞാൻ ശരിക്കും കൊടുത്തു. അടി കിട്ടിയെന്ന് ആരെങ്കിലും പറയുന്ന നാണക്കേടല്ലടാ. അത് ശരിയാടാ, ശരിയാവൂ, അത് ശരിയാ. എന്നെ ട്രൗസർ ഇട്ട് നിർത്തിയിട്ടേ ചുമരുമ്മ കയറടാന്ന് പറഞ്ഞ പോലീസുകാർ പൊരിച്ചായിരുന്നു തന്നെ. നല്ല പണി കിട്ടിയ പോലെ. നീ അവളെ ശരിക്കും പിടിച്ചാ? ചെറുതായിട്ട്. അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ അവളെ കല്യാണടാ. ഇതൊക്കെ നമ്മളെ തങ്കപ്പാട്ടല്ലേ കുരുമുളക് പൊട്ടിക്കണത്. മൂപ്പര് തെങ്ങിന്റെ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതോടുകൂടി അത്ര നേരം ചിരിച്ച് കളിച്ചിരുന്ന അവള് പേജ മാറ്റിയടാ. കേറി പിടിച്ചു നോക്കി. എന്നിട്ട് നാട്ടുകാരൊരു പൂശി എന്റെ മോനെ. അതൊക്കെ ഒരു കാലം സുധീഷേ. എന്നിട്ട് അവളെ കല്യാണം കഴിഞ്ഞാ? അവള് അതിന് ശേഷം പിറ്റത്തെ കല്യാണം കഴിഞ്ഞു. ഒരു കുട്ടിയാവനെ പോന്നു. അല്ല, നീ അവിടെ കണ്ടിട്ടുണ്ട അതിന് ശേഷം? പിന്നെ ഞാൻ അവളെ എവിടെ വെച്ച് കണ്ടാലും വിളിച്ചിരിക്കും. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? ഇനി ഈ വക കേസിന് പോലീസുകാരെ കയ്യിൽ നിന്ന് അടികൊള്ളില്ല. പെണ്ണ് കേസാ? ആ, അപ്പൊ പിന്നെ പോസ്റ്റ്മ കയറ്റി. അത് നാട്ടുകാരെ കയ്യിൽ നിന്നല്ലടാ, പോലീസുകാരെ കയ്യിൽ നിന്നല്ലല്ലോ. അത് ശരിയാടാ, നല്ല അടി കിട്ടിയിട്ടല്ലേ.
ഞാൻ ചിലപ്പോ സുബിയാൻ പോട്ടാ. ഭയങ്കര ബുദ്ധിമുട്ട കാര്യങ്ങൾ പോണു. കോഴി ഫാം നിന്റെ അച്ഛൻ എപ്പോഴും പണിക്ക് പോണ്ടല്ലോടാ. പണിക്കൊക്കെ പോണ്ട്. ഡാ നീ ഇവന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടാ? കരടി മാതിരി ഇരിക്കും. പാടത്തൊക്കെ അടുത്തൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോണ്ടല്ലോ പേടിച്ച് മരിക്കാള്. ഇവൻ അച്ഛനെ കണ്ടാല് എപ്പോഴും ഞാൻ ഒളിച്ചിരിക്കും. ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് അവന്റെ അച്ഛനെ. അച്ഛൻ പണിക്കൊക്കെ പോണ്ട്. അത് വീട്ടിലെ ചില ബാങ്കിൽ ലോൺ അടയ്ക്കാനുള്ളൂ. ഒരു 1 ലിറ്റർ 3 കാശ് എത്ര വേണം? ശരിയാ. ഇപ്പൊ ഒറ്റ ആളെ പേഴ്സോ പൈസ വീണ് കിട്ടുന്നില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അതൊക്കെ ATM ആക്കില്ലടാ. ആ തമിഴ്നാട്ടിലെ സുബിനും പിള്ളേരും കൂടിയിട്ടേ സ്വന്തമായിട്ട് വാറ്റിട്ട് അവരുടെ അളവിലണ്ട് അടിക്കുക. പെരിച്ചായി ചത്തമാണെങ്കിലും കുഴപ്പമില്ല. അല്ലടാ അവിടെ എത്ര കൊഴിവുണ്ടാവും? അത് ഞാൻ ചോദിച്ചിട്ടില്ല. അതവൻ എന്നോട് പറഞ്ഞതാ. പോലും ചോദിച്ചോ. ഇനിയിപ്പോ കല്യാണമൊക്കെ ആവാൻ പോലടാ. ഞാൻ കൂട്ടിയൊക്കെ നിർത്തിയിട്ട് നല്ല സ്വഭാവമായിട്ട് ജീവിക്കാൻ വിചാരിക്കുക. ഞാനിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നന്നാവെന്നുള്ള വിചാരത്തിലാണ്. രമേശൻ സുബി കൊണ്ടൊന്നും അടിക്കണടാ. ആ അടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നാളെ പെണ്ണ് കാണാൻ പോവലടാ. കുടിച്ചിട്ട് കിടന്ന് എണിച്ചിട്ട് നോക്കുമ്പോ കണ്ണും മോറൊക്കെ ഹിപ്പോപ്പൊട്ടാമസിന്റെ മാതിരി ആവും. പെണ്ണിന്റെ അച്ഛൻ കില്ലാടി മോനാണെങ്കിണ്ടല്ല അടിച്ച ബ്രാൻഡിന്റെ പേരങ്ങട്ട് പറയും. അവിടെ നിൽക്കുക കല്യാണം. അത് ശരിയാ. തമിഴ്നാട് സാധനം പെരിച്ചായി ചത്തമാണ്. ഒരു രക്ഷയില്ല. ആകെ ആശയക്കുഴപ്പത്തിലായില്ല എന്റെ കൃഷ്ണ. കാലത്തിന് ഓരോ ഉപദേശങ്ങള്. നീ എവിടെ എത്തി? ഞാനിതവിടെ നമ്മുടെ കനാല് പാലത്തിന്റെ മുകളിലുണ്ട്. ഇങ്ങോട്ട് പോരും. നിങ്ങളെവിടെ കുമാരേട്ടാ? ഞാൻ ചെറുന്ന് ഇറുകിയെടുക്കുക. എന്താ ചെയ്യ? ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറയാതെയോ ചോദിക്കാതെയോ ഒന്നിലും ചെന്ന് ചാടരുതെന്ന്. പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഒരുപാട് വിളിച്ചു കുമാരേട്ടാ. ഫോൺ വിളിച്ചിട്ട് കിട്ടണ്ടേ? നീ പുറമ്പോക്ക് സ്ഥലം കച്ചവടമാക്കി കമ്മീഷൻ വാങ്ങിച്ചു. ഇതുപോലെ വെളിവില്ലാത്ത ആളുകളെ എനിക്ക് കാണിച്ചു തരണില്ലല്ലോ എൻ്റെ കൃഷ്ണ കർത്താവേ. അല്ല എന്തിനാ 2 ദൈവത്തിന് വിളിക്കുന്നത്? ഒന്ന് എൻ്റെ ദൈവം, ഒന്ന് എൻ്റെ സിസിലിയുടെ ദൈവം. ആരാണ് നമ്മുടെ അപേക്ഷ പരിഗണിക്കുന്ന അറിയില്ലല്ലോ. അല്ല പാർട്ടിക്കാരൊക്കെ നിനക്ക് എന്തെങ്കിലും കിട്ടിയ? ഇല്ല, അവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ സ്റ്റാൻഡ് ഇട്ടു. അല്ലെങ്കിൽ അവരടിച്ചതിന് കൂറക്കിട്ടായിരുന്നു. അതല്ല, എന്തെങ്കിലും തടഞ്ഞോന്ന്. ആകെ ഏർപ്പാട് കുമാർ. ആ മോരിടേത് വരണം. എന്താ കുമാരാ, എന്താ നിന്റെ മുഖത്ത് പറ്റി? അതൊന്നും പറയണ്ടടോ. മോന്തയ്ക്ക് അല്ല കണ്ണിലൊരു ഈച്ച പോയി. നോക്കിയിട്ടാണെങ്കിൽ അത് കാണാനും ഇല്ല. എന്താ ഇത് മോകറ് അലുമിനിയക്കാലം ഞളങ്ങിയ പോലെ ഞളങ്ങി നടക്കുന്നു? എന്താ നാട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടുന്നുണ്ട് പറഞ്ഞു കേട്ടു. താൻ രാവിലെ തന്നെ കളിയൊക്കെ തന്നെ ഇറങ്ങിയതാ? ഞാൻ തന്നെ കാണണം പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. വെയിലേ ഭയങ്കര വെയിലാണ്. വാ തള്ളത്ത് നിന്നിട്ട് വർത്താനം പറയാ. ഈ തക്കട തരികണ പരിപാടി ഊടായ്പും കൊണ്ട് നടക്കാണ്ട് എന്തെങ്കിലും പണിക്ക് പോയിട്ട് ജീവിക്കാൻ നോക്കിക്കൂടെ എനിക്ക്? അല്ല, ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ. താൻ ഈ കോൺട്രാക്ടർ എന്ന് പറഞ്ഞു നടക്കണൊക്കെ ശരി തന്നെ. താൻ എന്തെങ്കിലും പണി ചെയ്തിട്ട് ഒരു തുള്ളി വയർപ്പ് തന്റെ ശരീരത്തിന് പൊടിഞ്ഞിട്ടുണ്ടാ? എന്താ ഈ പറയുന്നത്? ചൂടെടുത്തിട്ട് വയർത്തിട്ട് നിൽക്കാൻ വയ്യ, എന്നിട്ട് പിന്നെ വയർത്തിട്ടില്ല പറയണ്. ചൂടുള്ള ചോറ് തിന്നിട്ട് വയർക്കണ കാര്യമല്ല പറയണേ. പണി ചെയ്തിട്ട് ശരീരത്തിൽ നിന്ന് വയർപ്പ് വന്നിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. പണി എടുത്തിട്ട് വയർപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ശരി തന്നെ. നിന്റെ മുഖത്തിന്റെ കാര്യം എന്താണ് ഈ പറയുന്നത്? ചുവന്നിരിക്കണ്ടല്ലോ അങ്ങനെ ഒരു സൈഡ്, അത് പറയും. ഞാനൊരു സത്യം പറയട്ടെ. താനിത് ആരോടെങ്കിലും പാടി നടക്കാൻ നിൽക്കണ്ട. ഇത് ശരിക്കും എനിക്കുള്ള മിഠായിയല്ല, ആള് മാറി പൂശിയതാ. ഇത് പാമ്പുമാനുള്ള പണിയായിരുന്നു. പക്ഷെ സംഗതി മാറി കിട്ടി. നീ ആരുടെ അടുത്താ കുമാര ഈ വേലത്തര ഇറക്കുന്നത്? എൻ്റെ അടുത്താണ്. ഈ ഇടയ്ക്കിടയ്ക്ക് കിട്ടണതൊക്കെ ആള് മാറി വരണതാണ്. എനിക്ക്
താനിപ്പോ എന്തിനാ അങ്ങോട്ട് കെട്ടിയായിരുന്നുള്ളി ഒന്ന് ഇത് ചോദിക്കാനാ? തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാനേ നമ്മളാ കളർഫുൾ ശ്രീനിവാസല്ലേ, അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി തുടങ്ങാൻ പറഞ്ഞിട്ട് ഒരു കൊല്ലായി, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിന് അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞ് നിന്റെ അളിയനായിട്ട് ഷെയറായിട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ്, അളിയൻ ദുബായിലാണ് വരുന്നുണ്ട് ഒക്കെ പറഞ്ഞു. അളിയന് നിന്റെ മാതിരി ഊടായിപ്പാണോ എന്താ എനിക്ക് അറിയില്ല. സത്യമാണോ എന്റെ കുമാര? അളിയൻ ഗൾഫിലാണ്. ഡേവിടെ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണോണ്ടാണ് താനിപ്പോ എന്നെ നോക്കണേ. ആ മഞ്ഞക്കണ്ണട മാറ്റിയിട്ട് എന്നെ താൻ നോക്ക്. പണ്ട് ഞാൻ ചില തരികടകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പഴയ കുമാരനല്ല ഇപ്പൊ ഞാൻ മാറിയിട്ടുണ്ട്. കുമാര സത്യം പറയാലോ, എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഇന്നലെ ഇന്നൊക്കെ കിട്ടിയ അടിയിൽ നീ നേരായിട്ടുണ്ട് പറഞ്ഞാല് അത് നേരെ ഇത് തന്നെ, അത്രേ ഉള്ളൂ. സത്യമായിട്ടും ഇന്ന് എനിക്ക് അടി കിട്ടിയിട്ടില്ല. 11 മണിയല്ലേ ആയിട്ടുള്ളൂ, വൈകുന്നേരം വരെ സമയം കെടുക്കല്ലേ. എങ്ങോട്ട് തിരിഞ്ഞാൽ ഈ അടിയുടെ കഥ പറയാനുള്ളൂ. എനിക്ക് വേറെ പണിയൊന്നുമില്ല എൻ്റെ ഡേവിടെ. ഞാൻ നല്ല ശ്രീനിവാസനെ വിളിച്ചിരുന്നു, അവൻ നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പ്രൊജക്ട് നടക്കുമെന്ന് അറിയാനാണ്, അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അളിയന്റെ കയ്യിലെ കാശാണ്. അളിയൻ കാശിറക്കി കളിച്ചാലാണ് ബിൽഡിങ് പണി നടക്കുള്ളൂ. അല്ലാതെ നമ്മളിവിടെ കൈ കിടന്ന് കയ്യും കാലിട്ട് അടിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ ഡേവിടെ. ഹലോ, ആരാണ്? അല്ല കുമാരേട്ടാ, ആ എന്ത്? അല്ലെന്റെ ബിൽഡിംഗ് പണി ഓ പറഞ്ഞതാണല്ലോ. അല്ല എനിക്ക് അടികൊള്ളാൻ വയ്യ. അളിയൻ അങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചെയ്യിക്കും ചെയ്യും. അല്ല കുമാരേട്ടാ, അത് നമുക്ക് എന്താ ലാഭം? നമുക്കല്ല, എനിക്ക് പകുതി ലാഭാ. അല്ല അതെങ്ങനെ? അളിയൻ ദുബായിലാണ്, അവന്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. ഞാൻ സിസിലിനെ ചാടിച്ചു കൊണ്ടുവന്ന കാലത്ത് ഇവൻ ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആ സമയത്ത് കിട്ടിയിട്ടുള്ള ഇട്ടടി ഇവൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. എന്താ കുമാരന് പ്ലാൻ? അളിയൻ ഈ പദ്ധതിക്ക് അയക്കുന്ന കാശുണ്ടല്ലോ, അതിന്റെ 1/3 അല്ലെങ്കിൽ 4/1 അത് ഞാൻ നീ ഒരു കാര്യം ചെയ്യ്. ആ സുഖേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് പണിക്കാർക്ക് കൊടുക്ക്. ഓ ശരി, എന്നാ എന്താ രണ്ടാളും കൂടിയിട്ട് കൂടാലോചന? ഒരു ഗൂഢാലോചന അല്ല എന്റെ ചങ്ങാതി. ഇവനെ എവിടുന്നോ നല്ല പരിചയമുണ്ട്, എവിടെയാണെന്ന് അറിയുന്നില്ല. സംസാരത്തിന്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. താൻ എവിടെയോ കമ്പില്ലാണ്ട് ബിൽഡിങ് പണിതിട്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണെന്ന് പറയണ കേട്ടല്ലോ, അതെവിടെയത്? അയ്യേ, ഞാനാവില്ല. ഞാൻ നേരെ പോവാ നേരെ പോ, ഞാൻ ആരും ചതിക്കില്ല. അല്ല നിന്നെ കൊണ്ട് താരാ പറഞ്ഞു? അല്ല, ഇല്ലാത്ത സംഭവല്ലേ, അപ്പൊ അതങ്ങനെ പൊക്കോട്ടെ. താൻ ഇനി ആരിനെ കൊണ്ട് പറയാൻ നിൽക്കണ്ട, നമ്മുടെ ഫീൽഡിലുള്ള പേര് അങ്ങോട്ട് പോയി കിട്ടും. ഇല്ലാത്താണെങ്കിൽ പിന്നെ താൻ എന്തിനാണോ പേടിക്കുന്നത്? അത് കുമാര എന്റെ സൂപ്പർവൈസർ ചതിച്ചതാണ്. ആ യൂസ്പ് കമ്പിന്റെ കാശ് പിടിങ്ങിയതാണ്. അയാൾ കമ്പി കുറച്ച് വാർത്തിട്ടേ, അതാ നീ ആരിനെ കൊണ്ട് പറയാൻ നിൽക്കണ്ട. അപ്പൊ ബിൽഡിങ് അത് വാർത്തന്റെ പിറ്റം തന്നെ വീണുല്ലോ, പിന്നെന്താണ്? താനൊരു സംഭവം തന്നെ ഇവിടെ. തന്റെ വരട്ട് ചോറി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് എന്റെ ചുണങ്ങിനെ താൻ കുറ്റം പറയണ അല്ലേ? ഇതുപോലെ തന്നെ അല്ല ഇനി എന്റെ ആളിന്റെ ബിൽഡിങ് പണിതാലും അതിന് പിറ്റേ ദിവസം തന്നെ കൊഴിഞ്ഞു വീഴില്ലേ? എങ്ങനെ തന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിക്കുക? കമ്പിയിലാണ്ട് വാർത്തിട്ട് പിന്നെ താനത് ഇങ്ങനെ താങ്ങി നിർത്തുവോ? അങ്ങനെയല്ല കുമാര, സൂപ്പർവൈസർ യൂസ്പിനെ പറഞ്ഞു വിട്ടു, അതാ പറയുന്നു. ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാലേ അത് ഒരിക്കൽ പോയതാ. എന്താ ബാബേ? 100% ശരി കുമാരേട്ടാ. കുമാര നിന്നെ എത്ര ആള് തപ്പി നടക്കേണ്ടി അറിയോ കയ്യിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്? അതാണ് വിശ്വാസം, അതാണ് എൻ്റെ ഡിമാൻഡ്. തന്റെ വിശ്വാസം കൊണ്ടല്ല, തന്റെ ചെപ്പി കൂറ്റി അടിച്ചു പൊളിക്കാൻ പറഞ്ഞിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. ഡേവിടെ, താൻ വിളയാൻ നിൽക്കണ്ട. താൻ കമ്പിലാണ്ട് വാർത്തതിന് ശേഷം തനിക്ക് പണിയൊന്നുമില്ല എന്നുള്ള പേര് ഇവിടെ എല്ലാവർക്കും അറിയാം. 2-3 പ്രോജക്റ്റുകൾ എന്റെ മുന്നിലുണ്ട്. മുന്നിൽ പ്രൊജക്റ്റ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം വേണ്ടേ?
ഇനി തനിക്ക് എൻ്റെ അളിയൻ്റെ ബിൽഡിങ്ങിന്റെ പണി എന്തെങ്കിലും നടന്ന് അതിലൊരു പേര് കിട്ടിയെങ്കിലേ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഒരു നിലയ്ക്ക് പറഞ്ഞാലും നിന്റെ പണിയാണ് നല്ലത്. 4 കിട്ടി പറഞ്ഞാലും 4 കാശ് കയ്യിൽ വരും. പിന്നെ അതാണ് പല്ല് പോണതാണ്, അതാണ് പ്രശ്നം. ഹലോ, തൽക്കാലം ആ മാറണമെന്ന് ഒഴിഞ്ഞു കിട്ടി. അപ്പൊ നമ്മളെ എവിടെ പറഞ്ഞു നിർത്തിയത്? തനിക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞ? 5000 രൂപ കമ്മീഷന്റെ കുമാരേട്ടാ. ഇനി ആ ഭാഗത്തിൽ പോകാൻ പറ്റില്ല. ഞാൻ ആ ഫോൺ നമ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ കേസ് നീ അന്വേഷിച്ചാ? അത് ഞാൻ അന്വേഷിച്ചു കുമാരേട്ടാ. അതിലൊരു പെൺകുട്ടി 2ാം ഘട്ടം. അത് അധികം ആരും അറിഞ്ഞിട്ടില്ല. ഒരുത്തന്റെ കൂടെ ഓടിപ്പോയി. അവനായിട്ട് അവള് തിരികെ വന്നിട്ടുണ്ട്. ഒരത്ത് അവന്റെ കയ്യിലാണെങ്കിൽ 5ന്റെ പൈസ ഉണ്ട്. ഇനി അടുത്ത കേസ് അതെന്തായി? അടുത്ത കേസ് അന്വേഷിച്ചപ്പോ ആ നാട്ടിലേതോ ചെക്കൻട്ട് വണ്ടി വിലയാണ്. അത് പിന്നെ ഞാൻ നേരെ പോയി അവർ വീട്ടിൽ വീട് അന്വേഷിച്ചു. അതെന്തായാലും നന്നായി. നാട്ടുകാർക്ക് തറവാട്ടി പറഞ്ഞ പെൺപിള്ളേരെ കുറിച്ചിട്ട് ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത് അത് വലിയ ഹരാണല്ലോ. എന്നിട്ട് ഞാൻ അവർ വീട്ടിൽ ചെന്നപ്പോഴേ ആ പെൺകുട്ടിയുടെ അച്ഛനോടല്ല, അവരെന്തോ ഏതൊരു കല്യാണത്തിന് പോയിരുന്നു. എന്നിട്ട് ഞാൻ ചെന്നപ്പോ ആ വീട്ടിലെ പെൺകുട്ടിയാണ്. നാട്ടിലെ പറയണ ചെക്കനുണ്ട് അവിടെ. അത് ഇത്തിരി പ്രശ്നമാവല്ലോ ബാബു. ഇല്ല, ഞാൻ അവിടെ ചെല്ലുമ്പോ രണ്ടവിടെ പുളുങ്ങിരി പുറത്ത് തന്നെയാണ്. ഞാൻ അവളോട് ചോദിച്ചേ ഇതാരാ മോളെ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞെന്താ അറിയൂ, ഇവിടെ പുളുങ്ങിരി പുറത്തുന്ന ചേട്ടനാണ് ചേട്ടാ. എന്നിട്ട് അവർ പുളിങ്കുരു പുറത്താ? അതെപ്പോഴേക്കും അവളെ അച്ഛനും വന്നു. ഞാൻ നോക്കുമ്പോ ഈ ചെക്കൻ എവിടെയും കാണാനില്ല. എവിടേക്കാ പോയി എങ്ങോട്ടാ പോയെന്നൊരു പിടിയില്ല. ഒന്നുപോലെ ചെക്കനെ ഗവൺമെന്റ് ജോലി, അല്ലെങ്കിൽ പൂത്ത പണം, അതാണ് അവരുടെ ഡിമാൻഡ്. ഞാൻ പറഞ്ഞേ ചെക്കനല്ലേ പൂത്ത കാശുണ്ട്. അതെന്തായാലും നന്നായി. അത് ഞാൻ സംസാരിച്ച് ശരിയാക്കിക്കോളാം. കമ്മീഷന്റെ കാര്യവും ഞാൻ സംസാരിച്ചോളാം. ഇനിയിപ്പോ ഈ ഇഷ്ടക്കാരൻ വല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുവോ? ഏയ്, ചെക്കന് ജോലി കാശുണ്ടെങ്കിൽ അവള് കല്യാണം സമ്മതിക്കുന്നതിനോട് പറഞ്ഞു. പെണ്ണുങ്ങളോരോ ലീലാവിലാസങ്ങളേ. പിന്നെ ഞാൻ നിനക്ക് വേറെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതും ഞാൻ അന്വേഷിച്ചു. എത്ര അലമ്പ് പ്രണയമോ അങ്ങനെയുള്ള കേസുകളൊന്നുമില്ല. നല്ല സാമ്പത്തികമുണ്ട്. ഈ കച്ചറയും വണ്ടിമല കേസൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ രാജേഷിനൊന്നും ആലോചിക്കായിരുന്നു. അവനൊരു കല്യാണം കഴിപ്പിച്ച നേരെയാവുമെന്നാണ് സിസിലി പറയണത്. ചിലപ്പോൾ ഒരു ഉത്തരവാദിബോധം വന്നെങ്കിലോ. ശരി, അപ്പം അതാ ഞാൻ പറഞ്ഞു വരണേ. അവളൊരു പേര് 2 അബോർഷൻ കഴിഞ്ഞിട്ട്. പക്ഷെ ഒന്നുണ്ട് കുമാരേട്ടാ, മറ്റു 2 പെൺകുട്ടികളെ പോലെ ലൈനോ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ പെൺകുട്ടിക്ക്. അതന്നെ ഒരു ഭാഗ്യം. അതും കൂടി ഉണ്ടെങ്കിൽ കുടുംബത്തിന്റെ മാനം കപ്പൽ കയറിയനെ. അങ്ങനെയാണ് കുമാരേട്ടാ, മോനെ സെറ്റാക്കിയാലോ, കമ്മീഷൻ പോലല്ലോ. ബാബു, ഞാൻ നിന്റെ ചെപ്പക്കുറ്റി അടിച്ച് തിരിക്കാത്ത എന്താണെന്നറിയോ? എന്തേ? നിന്റെ ബോധമില്ലായ്മ എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ്. 2 പെറ്റ പെണ്ണിനുണ്ടായ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കണം. നീ നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ല മണിമണി പോലത്തെ ഒരു പെൺകുട്ടിനെ അന്തസ്സായിട്ട് കെട്ടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് സിസിലേറ്റ തീരുമാനം. മനസ്സിലായിണ്ട? അവൻ്റെ ഒരു കല്യാണാലോചന കൊണ്ട് വന്നേക്കണം. അങ്ങനെയാണ് കുമാരേട്ടാ, നമ്മൾ ഒരുപാട് പേർക്ക് പെണ്ണ് കാണുന്നില്ലേ, അവർക്ക് ഇതേപോലത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് പെണ്ണ് അന്വേഷിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള തരുണിമണികളൊന്നും കിട്ടില്ല. നിന്റെ അറിവിലുണ്ടോ? എൻ്റെ അറിവില്ല. എൻ്റെ അറിവിലുമില്ല. അപ്പോൾ പിന്നെ ഈ കാമുകന്മാരെ തേച്ചിട്ട് നിൽക്കുന്നവർക്കും പ്രസവിച്ചിട്ട് നിൽക്കുന്നവർക്കും ഇനി പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാ എടുക്കാത്ത നോട്ടുകൾക്കും നമ്മളൊരു അത്താണിയിട്ടാണ് പ്രവർത്തിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കൈ സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക. എങ്ങനെയുള്ള സഹായം?
പ്രതിഫലം പറ്റിക്കൊണ്ടുള്ള സഹായം. അങ്ങനെയാണ് കുമാരേട്ടാ. ഇവറ്റകളെ കുമാരേട്ടൻ പറഞ്ഞവരെ റെഡി വെച്ച് കിട്ടിയാലോ. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ഇവിടെ ഉള്ളവരെന്നെയാണോ? ആ, ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു 5 കാശിൻ്റെ ഉപകാരമില്ലാത്ത 2 ഊളകൾ. അതിലൊരുത്തിനാണ് എൻ്റെ മോനെ കൊണ്ടുവന്നിട്ട് വഷളാക്കണത്. അപ്പൊ ഇതോടുകൂടി ഔറ്റങ്ങളെ ജീവിതം നായ നോക്കൂലേ? അല്ല, അവരെ ജീവിതം ഇനി നായ നക്കാനൊന്നുമില്ല. അവരുടെ ജീവിതം പണ്ടേ തന്നെ അന്തസ്സായിട്ട് നായം പട്ടി നക്കി പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ജാതി പെണ്ണുങ്ങൾ അവറ്റുകൾ അതേ കാലം എവിടെ നിൽക്കില്ല, ഇവിടുന്ന് ചാടിക്കോളും. ഇതിൽ അടിക്ക് വല്ല ചാൻസ് ഉണ്ടോ? നീ അടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ആ ലാസറിൻ്റെ കെയറോഫിൽ കുറച്ച് സ്ഥലം കൊടുക്കുന്നുണ്ട്. ഒരു ചാണകുഴിയാ. അത് വാങ്ങിക്കാനാണെങ്കിൽ ഒരു പിടി വന്ന് വീട്ടുണ്ട്. ഇഷ്ടം പോലെ കാശുണ്ട് കയ്യിൽ. അല്ല, ഈ ലാസർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മളെ കൊണ്ട് കല്യാണം നടത്തിച്ച ആളല്ലേ? അത് തന്നെ. ഗുരുതന്തായിട്ട് തോന്നരുത്, എന്നെ ശപിക്കുകയും ചെയ്യരുത്. അയാളെ കേസിന് ഞാനില്ല. നീ പേടിക്കണ്ടടാ. പേടിക്കാൻ പോണെന്നൊരു കിഴങ്ങനാ. ഒരു കുന്ന് കാശുണ്ട് അവൻ്റെ കയ്യിൽ. ഈ ലാസറുടെ മറ്റേ നമ്മൾ കല്യാണത്തില്ലേ, കല്യാണത്തിന് തലേദിവസം ചെക്കൻ്റെ വീട്ടിൽ നമ്മൾ ഓടിച്ചിട്ട് പുറം വഴി വീക്കിയത് കുമാരേട്ടൻ മറന്നു. ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴും ചുമക്കുമ്പോഴും തുമ്പോഴും നല്ല പുറം വലിയ കുമാരേട്ടൻ. അപ്പൊ എൻ്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൗളിമടലോണ്ടല്ലേ അവരുടെ പുറത്ത് വീക്കിയത്. കുമാരേട്ടൻ ഇതിനെപ്പോ കിടന്ന് നിന്റെ കൂടെ ഓടർന്നില്ല കുമാരേട്ടാ. ഞാൻ കിടന്നല്ലടാ. ഫസ്റ്റത്തെ അടിക്കാൻ എൻ്റെ ബോധം പോയി. കൈപ്പാങ്ങിനാണ് എനിക്ക് എന്നെ അവർക്ക് കിട്ടിയത്. ആദ്യത്തെ പുറത്ത് കിട്ടി, രണ്ടാമത്തെ ഞെരിയാണ് കിട്ടി. പിന്നെ കുമാരേട്ടാന്ന് വിളിച്ചോണ്ട് ഞാൻ പഞ്ചായത്തോളത്തിൽ ചാടിന് കുമാരേട്ടാ. പഞ്ചായത്ത് കുളത്തിൽ ചാടിയിട്ട് നീ രക്ഷപ്പെട്ടു. എനിക്കെന്താ ഉണ്ടായെന്ന് എനിക്കറിയോ? അവന്റെ കയ്യിലുള്ള കൗളിയമടം ഉണ്ടല്ലോ, അതോ മണ്ണിലാണ് കുത്തി നാട്ടി നിർത്തി. എന്നിട്ട് ആകെ 4 മീശരോമാണ് അവന്റെ മുഖത്തുള്ളത്. അതിങ്ങനെ പിരിച്ചിട്ട് അവന്റെ ഒരൊറ്റ ഡയലോഗാ, ആണാണെങ്കിൽ തല്ലി തോൽപ്പിക്കണമെന്ന്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് കാര്യം പിടിയിട്ടേ അവൻ നരം കളിച്ചതാ. ഈ നടപ്പുറത്ത് തല്ലുകൊണ്ട് കിടക്കണ എനിക്ക് അളകാൻ പറ്റുമോ? അവൻ എന്നെ അറഞ്ചം പുറഞ്ചങ്ങോട്ട് തല്ലി. അവൻ ക്ഷീണിച്ചു. അവന് വയ്യാണ്ടായപ്പോ എന്നെ അവിടെ ഇട്ടിട്ട് അവൻ പോയി. ഓ, ഇപ്പോഴത് ഓർക്കാൻ വയ്യ. എന്നിട്ട് അവന്റെ മുഖം ഇന്നും എന്റെ മനസ്സിലുണ്ട്, മറക്കില്ല ഞാൻ. തിരിച്ചടിക്കുന്നു കുമാരേട്ടാ, ഞാനുണ്ട് കൂടെ. തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് മാറി കിടക്കാൻ വേണ്ടിയിട്ടാ. ഇനി എന്നെങ്കിലും എന്നെ അവന്റെ കയ്യിൽ കിട്ടിയ തല്ലി തൂറിക്കുവൻ. അങ്ങനത്തെ ലാസറിന്റെ കേസ് എടുക്കണം കുമാരേട്ടാ നമുക്ക്. അല്ലാതെ തന്നെ അത്യാവശ്യം അവിടെ നിന്നും കിട്ടുന്നില്ലേ? ഇതിനും കൂടി തല വെക്കണം. ഏയ്, ഇത് അങ്ങനത്തെ കേസൊന്നുമല്ല. അതൊരു വിദ്യാസുരനാ. എന്നെ ഒന്ന് പറ്റിക്കോ എന്ന് പറഞ്ഞ് നടക്കണ ഒരു പയ്യനാ. എനിക്ക് ഈ നാട്ടിൽ തല്ലുള്ള തീരെ താല്പര്യമില്ലാത്ത കേസാണ്. പിന്നെ എനിക്ക് വലിയ ഇഷ്ടല്ലേ. 4 തല്ലി പെരടിക്ക് കൊണ്ടാലും വേണ്ടില്ല, പൈസ കിട്ടണം. പിന്നെ ഈ ആദ്യ ടീമുകളാണല്ലോ ജീവിതത്തിൽ ഒന്നിക്കണ്ടേ, ചേരുമ്പടിയാണല്ലോ ചേർക്കണ്ടേ. മനസ്സിലായില്ലേ? ഇപ്പോ നിലവില് 2 ടീമാണ് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുള്ളത്. കല്യാണം കഴിക്കാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന 3 പെൺകുട്ടികൾ. അല്ല, എന്തൊക്കെ പറയുന്ന പ്ലാൻ? ഇതിൽ കൊള്ളാവുന്ന 2 എണ്ണത്തിനെ തപ്പിയെടുത്തിട്ട് ഇവന്മാരുടെ പെരടിയിലാണ്ട് വെച്ച് കിട്ടും. നീ മിണ്ടണ്ട. അതിരപ്പള്ളിയിൽ കുറങ്ങിയിരിക്കുന്ന പോലെ ഫോൺ കൊണ്ടത് അവിടെ ഇരുന്നോട്ടെ. നീ ഇങ്ങോട്ട് വന്നേ. അതല്ല കുമാരേട്ടാ, ഈ കൊള്ളാവെന്ന് പറയുമ്പോ ഒക്കെ ഒന്നിനൊന്നും വെച്ചാ ഒരെണ്ണത്തിന് അങ്ങോട്ട് മാറ്റി നിർത്താനില്ല. മനസ്സിലായില്ലേ? അതിലേറ്റവും വിഷം കൂടിയതിനെ എന്റെ മോനെ കൊണ്ടുവന്ന് ചീത്താക്കണ എടുത്തുണ്ട്. അവന്റെ പെരടിക്ക് വെച്ചു കൊടുക്കണം. ഇതിനേക്കാൾ വലിയൊരു പ്രതികാരം അവനോട് ചെയ്യാനില്ല. അത്രയും ദേഷ്യം എനിക്ക് അവനോട്. അപ്പൊ അങ്ങനെ കാര്യങ്ങള്. പിന്നെ കടലിന്ന് വരെ ഫ്രഷ് മീൻ കിട്ടുന്നില്ല. എന്നിട്ടാണ് പെണ്ണുങ്ങള്. ഇപ്പോഴത്തെ ആണുങ്ങളുടെ മിനിമം ഡിമാൻഡ് എന്താണെന്നറിയോ നിനക്ക്?
പ്രസവിക്കാത്തൊരു പെണ്ണിനെ കിട്ടിയ അത്രയും നന്നായി എന്നുള്ള രീതിയിലാണ് അവരാഗ്രഹിക്കുന്നത്. മനസ്സിലായ? ഇപ്പൊ പെണ്ണുങ്ങൾ കള്ളും കഞ്ചാവും MDMA ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് എന്തായി? അതും ഇല്ലാണ്ടായി. എന്തായാലും നമുക്ക് നാളെ പോയിട്ട് ആ 2 പെണ്ണുങ്ങളെ ഈ പിശാചുകൾക്ക് കാണിച്ചു കൊടുക്കുക. മനസ്സിലായ? ഈ രമേശിന്റെ അച്ഛന്റെ കയ്യില് പൂത്ത കാശുണ്ട്. പിന്നെ അവനാണെങ്കിൽ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് പറയണല്ലോ, ഒരു കുരുത്തം കേട്ടോനാ. മനസ്സിലായി? ഇവന്റെ അച്ഛൻ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാ. അത്ര അടുപ്പുണ്ട് ഞങ്ങള്. അപ്പൊ അറിയണൊന്നും കുഴപ്പമില്ലല്ലേ? അറിയണ ആൾക്കാരെ പെരടിക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാലേ എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിക്കുമ്പോ നമുക്ക് ധൈര്യമായിട്ട് പറയാലോ, ഇത് ചക്കയും മാങ്ങയൊന്നല്ലല്ലോ ചൂട് നോക്കാന്ന്. ഏത് നിക്ക് 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 ആ ഇരിക്കുന്ന 3 ഉണ്ടല്ലോ, അതാണ് ഈ മണവാളന്മാര്. മനസ്സിലായ? അല്ല, പച്ച ഷർട്ട് ഇട്ട് ഇരിക്കണില്ലേ, അവനും കല്യാണം കഴിച്ചിട്ടില്ല. അടിയും കുടിയും എവിടെ ഉണ്ടോ അവിടെ കമ്മടിച്ച് വീഴും. ഒരു പണിക്കും പോവില്ല. കയ്യിൽ ബ്രേസ്ലെറ്റ് മോതിരൊക്കെ ഇട്ട് ഇങ്ങനെ ചെത്തി നടക്കും. അവന്റെ ഒരു ഏട്ടനുണ്ട്, പ്രജിത്ത്, ഇവൻ വിജിത്ത്. 2 എണ്ണത്തിന് നാട്ടുകാരെ തമ്മിൽ ആഷണി കൂട്ടിയിട്ട് തമ്മി തെളിയുന്ന പരിപാടിയാ. ഇതിലാരെങ്കിലും നീ അറിയോ? ഞാൻ അപ്പൊ കാണുന്നുള്ളവരെ ഏട്ടനും അനിയനും കൂടെ നാട്ടുകാരെ ആഷണി കൂടി തെളിയിക്കുന്നതിൽ ആരൊക്കെ ആമെന്നുള്ള മത്സരം വന്നോണ്ടിരിക്കുക. ഇനി ഞാൻ പറഞ്ഞ് ശരിയാണെന്ന് അറിയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചങ്ങോട്ട് കയറിന്നിട്ട് നോക്കാം. ഭയങ്കര തിളഞ്ഞ വിത്തള പറ്റുകള് അടിപ്പിക്കാൻ പറ്റില്ല. അടിക്കണ്ടെന്ന് വിചാരിച്ചതാ. ഞാൻ മണം കേട്ടപ്പോണ്ടല്ലോ വിടാൻ തോന്നിയില്ല. പെരിച്ചായിട്ട് സാധനം അത്. പക്ഷെ പെരിച്ചാട് നല്ല മണമുണ്ട്. പക്ഷെ സാധനം മണ്ണ നിങ്ങൾ നോക്കണ്ട, സാധനം എങ്ങനെയുണ്ട്? അടിപൊളി സാധനാ. നാളത്തെ പെണ്ണുകാലിന് കൊളായിന്നാ തോന്നണ്. നിങ്ങൾ എന്നെ കൂട്ടാണ്ട് വന്നൂലേ? മിണ്ടാതിരിക്കേ. അതൊന്ന് ശ്രദ്ധിച്ചേ. നാളെ പെണ്ണുണ്ടാവും. ആ അതൊരു സ്ഥലം. സ്ഥലം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമ്മളെ കുമാരേട്ട സെറ്റാക്കില്ലടാ. ആ കൂളങ്ങുമാരനാ. ആ അയാൾ ആ മൂരിയുടെ വർത്തനം പറഞ്ഞിട്ടുണ്ട്. ആരോ കുഴിയിലാക്കിട്ട് കോണി വെച്ചിട്ടുള്ള കേസാ. മൂരി അവന്റെ പൂളെന്ന് വിളിച്ചപ്പോ തനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് സൂചിച്ചു അല്ലേ? നമുക്ക് നാട്ടുകാരുടെ ഇടയില് നല്ല വിലയാ, പുല്ല് വില. മനസ്സിലായിട്ടുണ്ടാ? താൻ പാന്റ് എടുത്തിട്ട് ആളുകളെ പിരിക്കുന്നു, ഞാൻ മുണ്ടെടുത്തിട്ട് വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു. മാന്യൻ താന്. നിങ്ങൾ 2 ആളും കേമാൻ. അവരൊക്കെ ഏതൊരു നച്ചനില് മറിച്ച സാധനം. ഏതെന്താ പദൂരി? എനിക്കറിയില്ല. എനിക്കറിയാം ഏതാണ് ആ മച്ചന് നീയാ? അല്ല, ഈ നാട്ടില് പേര് കിട്ടിയപ്പോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം.